സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് പഠിച്ചു. നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ, വൺ ഓൺ ടു ഫംഗ്ഷൻ, അതൊക്കെ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഗ്രാഫ് ഓഫ് ഫങ്ഷൻസ് എന്താണെന്നാണ്. സോ ലെറ്റ് സി. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് എ ടു ദ സെറ്റ് ബി. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് എ ടു ദ സെറ്റ് ബി. ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ദ സെറ്റ് ഓഫ് ഓർഡർഡ് പെയർസ്. ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓർഡർഡ് പെയർസ് ആണ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓർഡർഡ് പെയർസ് എ ബി സച്ച് ദാറ്റ് എ എന്ന് പറയുന്ന എലമെൻറ്റ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ആൻഡ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡർഡ് പെയർ, അതാണ് ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എന്താണ് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത്? അതെന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആണ്. കണ്ടെയ്നിങ് ദ ഓർഡർഡ് പെയർസ്. എന്താണ് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്? ഓർഡർഡ് പെയർസ് വിത്ത് സെക്കൻഡ് എൻട്രി ഈക്വൽ ടു ദ എലമെൻറ്റ് ബി അസൈൻഡ് ബൈ എഫ് ടു ദ ഫസ്റ്റ് എൻട്രി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി. സോ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എന്താണ്? ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് സ്മോൾ എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ ആൻഡ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്പ്ലേ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n + 1 ഫ്രം ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. എന്തിൻ്റെ ഗ്രാഫാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n + 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഗ്രാഫാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ എവിടം തൊട്ട് എവിടം വരെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ടു ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സൊല്യൂഷൻ നോക്കി. ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് ദ സെറ്റ് ഓഫ് ഓർഡർഡ് പെയർസ് ഓഫ് ദ ഫോം n 2n + 1. ഓർഡർഡ് പെയർ എന്താണ്? ഈ എന്നും 2n + 1ഉം. ഇതാണ് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താ? സെറ്റ് ഓഫ് ഓർഡർഡ് പെയർ. സോ ഓർഡർഡ് പെയർ n ആൻഡ് 2n + 1ൻ്റെ ഗ്രാഫ് ആയിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്. വേർ n ഈസ് എൻ ഇൻറ്റിജർ. ഓക്കെ, ഇവിടെ കണ്ടില്ലേ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ബി. സോ ഇതിന് പകരം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n + 1. അതായത് എക്ക് പകരം എന്നും ബിക്ക് പകരം 2n + 1. സോ ദ ഗ്രാഫ് ഓഫ് എഫ് ഇസ് ദ സെറ്റ് ഓഫ് ഓർഡർഡ് പെയർ ഓഫ് ദ ഫോം n 2n + 1 വെർ n ഈസ് എൻ ഇൻറ്റിജർ. ഇനി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നിന് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. n 0 ഇട്ട് കൊടുക്കുമ്പം എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു 2n + 1 എന്നല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 2 × 0 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. അതായത് n 0 ഇട്ടപ്പം എഫ് ഓഫ് n എന്ന് പറയുന്നത് 1 ആയി. സോ 0 1. ഇനി എഫ് ഓഫ് 1 എന്താണ്? n ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 3 ആവും. അപ്പോൾ നമ്മുടെ ഓർഡർഡ് പെയർ എന്താണ്? 1ഉം 3ഉം. ഇനി n -1 വരുമ്പോൾ നമ്മുടെ വാല്യൂ എന്താ? എഫ് ഓഫ് -1 എന്ന് പറയുന്നത് n വരുമ്പം എഫ് ഓഫ് -1ൻ്റെ വാല്യൂ -1 വരും. സോ നമ്മുടെ ഓർഡർഡ് പെയർ എന്ത് കിട്ടി? -1 -1. ഇനി നമുക്ക് ഈ കിട്ടിയ പോയിൻറ്റ്സ് നമ്മൾ ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? ഓർഡർഡ് പെയർ ആദ്യം നമുക്ക് കിട്ടിയത് 0 1 അല്ലേ? 0 1 വരുമ്പം അത് ആ ഓർഡർഡ് പെയർ എവിടെ വരും? ഇവിടെ വരും. നെക്സ്റ്റ് ഏതാ? 1 3 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ 1, വൈ ആക്സിസിൽ 3 വരുന്നത് ഈ പോയിൻറ്റ്. അടുത്തതോ -1 -1 എവിടെ? വൈ ആക്സിസിൽ -1, എക്സ് ആക്സിസിലും -1. സോ ഈ പോയിന്റ് വരും. ഈ രണ്ട് ലൈൻ പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്ന പോയിന്റ് ഇത് വരും. സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഈ പോയിൻറ്റ്സിനെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കണേ. ഈ നോട്ടിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല. നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെയിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. നമ്മൾ കണ്ടുപിടിക്കുന്ന പോയിൻറ്റ്സ് അനുസരിച്ചിരിക്കും നമ്മുടെ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്പ്ലേ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x². എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്നാണ്? z പോസിറ്റീവ് ടു z ആണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഗ്രാഫ് എങ്ങനെയിരിക്കും? നമ്മൾ എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഓരോ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് കൊടുക്കാം. ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ദ സെറ്റ് ഓഫ് ഓർഡർഡ് പെയർ ഓഫ് ദ ഫോം x² വെർ x ഇസ് ആൻ ഇൻറ്റിജർ. നോക്കിക്കുക അതിൻ്റെ ഗ്രാഫ് എങ്ങനെയിരിക്കും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് 1 തരുമ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആ പോയിൻ്റ് എവിടെ വരും? എക്സ് ആക്സിസിൽ 1ഉം വൈ ആക്സിസിലും 1 വരുമ്പോൾ ഈ പോയിന്റിൽ വരും. നെക്സ്റ്റ് ഏതാ? നമ്മൾ എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പം എഫ് ഓഫ് എക്സ് എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഏതാണ്? 2 4 വരുന്നത് എക്സ് ആക്സിസിൽ 2,
വൈ ആക്സിസിൽ 4 വരുന്ന പോയിന്റ് ഇവിടെ പോയിൻറ്റ്സ് ആഡ് ചെയ്യും. സോ നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പോയിന്റ് എല്ലാം എന്താ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പാരബോള കിട്ടും. ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലോർ ഫംഗ്ഷൻ. എന്താണ് ഫ്ലോർ ഫംഗ്ഷൻ എന്ന്? ദ ഫ്ലോർ ഫംഗ്ഷൻ അസൈൻസ് ടു റിയൽ നമ്പർ എക്സ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതാണ് ഫ്ലോർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഞാൻ ഒന്നുകൂടെ പറയാം. ദ ഫ്ലോർ ഫംഗ്ഷൻ അസൈൻസ് ടു ദ റിയൽ നമ്പർ എക്സ്. റിയൽ നമ്പർ എക്സ് എന്ന് പറയുന്ന റിയൽ നമ്പറിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ എന്താണ്? ദ ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതാണ് എക്സ് എന്ന് പറഞ്ഞ റിയൽ നമ്പറിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ദ വാല്യൂ ഓഫ് ദ ഫ്ലോർ ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഡിനോട്ടഡ് ബൈ. അതിനെങ്ങനെയാണ് ഫ്ലോർ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് ഇങ്ങനെ. ഈ താഴേക്ക് വരുന്നത് ഉദ്ദേശിക്കുന്നത് ഫ്ലോർ ആണ് കേട്ടോ. ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ് ഇതിന് പറയുന്നത്. സോ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. സോ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എ റിയൽ നമ്പർ എക്സ് എന്താണ്? ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി. ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണല്ലോ. ഡിനോട്ടഡ് ബൈ ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കി. ഇവിടെ ഞാൻ എക്സിന് 2.1 എന്നാണ് എടുത്തിരിക്കുന്നത്. സോ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 2.1 എന്താണ്? കൺസിഡർ ഈ 2.1 നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ 2.1 അതായത് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ. സോ 2.1ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് വരുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? -1, 0, 1, 2 ആണല്ലോ 2.1ൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ആയിട്ട് വരുന്ന ഇൻറ്റിജേഴ്സ്. സോ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻറ്റിജേഴ്സിൻ്റെ ലാർജസ്റ്റ് നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇങ്ങനെ കിട്ടുന്ന ഇൻറ്റിജേഴ്സിൻ്റെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 2 ആണ്. സോ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 2.1 എന്ന് പറയുന്നത് എന്താണ്? 2. സോ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എപ്പോഴും മനസ്സിൽ ഓർക്കണം. അതൊന്ന് ഫ്ലോർ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇവിടെ നമ്മൾ എക്സ് 2.1 എടുത്തു. ആദ്യം നമ്മൾ 2.1ൽ ലെസ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് എടുക്കുക. അതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്? 2 ആണ്. സോ 2 ഈസ് ദ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 2.1. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/2. 1/2ൻ്റെ ലെസ് ദാൻ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് എടുക്കുക. നമ്മൾ ഏതൊക്കെയാണ്? -2, -1, 0 ഇതൊക്കെയാണല്ലോ 1/2ൻ്റെ ലെസ് ദാൻ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ്. ഇനി ഇതിനകത്ത് ലാർജസ്റ്റ് ഏതാണ്? 0 ആണല്ലോ ലാർജസ്റ്റ്. ബാക്കിയെല്ലാം നെഗറ്റീവ് അല്ലേ. 0 ആണല്ലോ ലാർജസ്റ്റ്. സോ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 1/2 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി ഈ ഫ്ലോർ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെയും പറയാം. ഫ്ലോർ ഫംഗ്ഷൻ ക്യാൻ ബി ഓൾസോ കോൾഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിനോട്ടഡ് ബൈ. ഫ്ലോർ ഫംഗ്ഷനെ ഇങ്ങനെയും നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. സോ ഫ്ലോർ ഫംഗ്ഷനെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. സോ ഫ്ലോർ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഫ്ലോർ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ എഴുതാം. ഓക്കെ, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് 12.2. 12.2ൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ. ആദ്യം നമ്മൾ 12.2ൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് എഴുതുക. അത് ഏതൊക്കെയാണ്? 10, 11, 12 ഇതൊക്കെയാണല്ലോ 12.2ൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് വരുന്ന ഇൻറ്റിജേഴ്സ്. ഇനി ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഏതാണ്? 12 ആണ്. സോ ഗ്രേറ്റസ്റ്റ് 12.2ൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഓക്കെ, ഫ്ലോർ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സീലിംഗ് ഫംഗ്ഷൻ എന്ന്. ദ സീലിംഗ് ഫംഗ്ഷൻ അസൈൻസ് ടു ദ റിയൽ നമ്പർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതാണ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ നമ്പർ എക്സ്. മറ്റ് ഫ്ലോർ ഫംഗ്ഷൻ നമ്മൾ എന്താണ് പറഞ്ഞത്? ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് പറഞ്ഞത്. ഇവിടെ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഫ്ലോർ ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതാണ് എന്താ? സീലിംഗ് ഫംഗ്ഷൻ. സീലിംഗ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടോ? സീലിംഗ് ഉദ്ദേശിച്ചാണ് ഈ മുകളിലേക്ക് ഇത് കാണിച്ചിരിക്കുന്നത്. ഫ്ലോർ ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. സോ സീലിംഗ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പിൾ വെച്ചിട്ടാണ്. ഇനി സീലിംഗ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സീലിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡിനോട്ടഡ് ബൈ ഇതുപോലെയാണ് സീലിംഗ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ നോക്കിയാൽ 12.1ൻ്റെ സീലിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണ്? 12.1ൻ്റെ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് നമ്മൾ ആദ്യം എഴുതി. എത്രയാണ്? 13, 14, 15 അങ്ങനെ വരും. ഇതാണല്ലോ 12.1നെക്കാളും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജേഴ്സ് ആണല്ലോ ഇത്. എന്നിട്ട് ഇതിനകത്ത് സ്മോളസ്റ്റ് ഏതാണെന്ന് എടുക്കുക. ഏതാണ് ഇതിനകത്ത് സ്മോളസ്റ്റ്? 13 ആണ് സ്മോളസ്റ്റ്. സോ 12.1ൻ്റെ
സീലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 13. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ കണ്ടുപിടിക്കുന്നത്. അതായത് സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് 1/2 ഹാഫ്, അതിൻ്റെ സീലിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം 1/2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജേഴ്സ് നമ്മൾ എഴുതുക. എത്രയാണ്? 1, 2, 3 അങ്ങനെ പോകും. എന്നിട്ട് അതിൽ സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കുക. അതിൽ സ്മോളസ്റ്റ് ഇപ്പോൾ ഇതിലേതാണ്? 1. സോ സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 1. സോ നമ്മൾ സീലിംഗ് ഫംഗ്ഷനും പഠിച്ചു, ഫ്ലോർ ഫംഗ്ഷനും പഠിച്ചു. ഇനി രണ്ടിൻ്റെയും ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്രാഫ് ഓഫ് ദ ഫ്ലോർ ഫംഗ്ഷൻ. നോട്ട് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഹാസ് ദ സെയിം വാല്യൂ ത്രൂ ഔട്ട് ദ ഇൻ്റർവെൽ. ഇത് ക്ലോസ്ഡ് ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ n+1. ക്ലോസ്ഡ് ഓപ്പൺ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇത് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത് ക്ലോസ്ഡും ഈ ബ്രാക്കറ്റ് ഇടുന്നത് ഓപ്പണുമാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ്? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ n+1 എന്നാണ് വായിക്കുന്നത്. സോ നമ്മുടെ ഗ്രാഫ് ഓഫ് ദ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ദിസ് ഫംഗ്ഷൻ ഹാസ് ദ സെയിം വാല്യൂ ത്രൂ ഔട്ട്. ഈ ഇൻ്റർവെലിനകത്ത് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, നെയിംലി n. അതായത് നമുക്കൊരു ഗ്രാഫ് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഈ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ n+1ൽ ഈ ഫ്ലോർ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ അതാണ് ക്ലോസ്ഡിന് കാണിക്കുന്ന സിമ്പിളാണ് ഈ ഡോട്ട്. ഓപ്പണിന് ഇതുപോലൊരു വട്ടവും കാണിക്കും കേട്ടോ. സോ ഈ ഇൻ്റർവെല്ലിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. n=0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 0 ക്ലോസ്ഡ് ഓപ്പൺ 0, 1 എന്ന് കിട്ടും. അതായത് ക്ലോസ്ഡ് ഓപ്പൺ 0, 1 ഇതിൻ്റെ ഇടയ്ക്ക് വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് n=1 ഇട്ട് കൊടുക്കുമ്പോഴോ ക്ലോസ്ഡ് ഓപ്പൺ 1 and 2. ദാറ്റ് ഈസ് 1 എന്ന് പറയുമ്പോൾ 1 ഇൻക്ലൂഡ് ചെയ്യുന്നു, 2 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു ഡോട്ട്, ഓപ്പണിന് നമ്മൾ ഈ ഒരു ചെറിയൊരു വട്ടമാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ n-ന് -1 0 ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ഇവിടെ കിട്ടും, -2 -1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെയും കിട്ടും. സോ നമ്മുടെ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഗ്രാഫ് പറയുന്നത്? This function has the same value throughout the interval n and n+1. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. സെയിം വാല്യൂ ത്രൂ ഔട്ട് ദ ഇൻ്റർവെൽ. ഈ ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സീലിംഗ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയിരിക്കും എന്ന് നോക്കാം. The function has the same value throughout the interval ഓപ്പൺ ക്ലോസ് ഇൻ്റർവെൽ n+1. നേരത്തെ നമ്മൾ ഫ്ലോർ ഫംഗ്ഷനിൽ നേരെ തിരിച്ചാണ് പറഞ്ഞത്, ക്ലോസ്ഡ് ഓപ്പൺ n+1 എന്നാണ് നമ്മൾ പറഞ്ഞത്. സീലിംഗ് ഫംഗ്ഷനിൽ നേരെ തിരിച്ചു വരും, ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ n+1, നെയിംലി n+1 എന്ന് വരും. അതായത് ഈ ക്ലോസ് ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ n+1 ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് അതിന് അർത്ഥം വരുന്നത്. സോ ഈ ഗ്രാഫ് നോക്കിക്കേ, ഇതിനകത്ത് ഓപ്പൺ ക്ലോസ് n+1 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നമ്മളെപ്പോഴും ഓപ്പണിന് ഇങ്ങനെ ഒരു വട്ടവും ക്ലോസിന് എപ്പോഴും ഒരു ഡോട്ടും ഇട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മളൊരു ഡോട്ടും ഇവിടെ ഒരു ചെറിയൊരു വട്ടവും കാണിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ n-ന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ക്ലോസ്ഡ് ഓപ്പൺ വാല്യൂസ് കിട്ടുക. അതായത് n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ക്ലോസ് ഓപ്പൺ 0, 1. അതെവിടെയാണ് വരുന്നത്? 0, 1 എന്ന് പറയുമ്പം ഇവിടെ വരും. ക്ലോസ്ഡ് ഓപ്പൺ 0 and 1. നെക്സ്റ്റ്, അതായത് സീലിംഗ് ഫംഗ്ഷനിൽ എന്താണ് പറയുന്നത് ഗ്രാഫിൻ്റെ കാര്യത്തിൽ? നോട്ട് ദാറ്റ് ദ ഫംഗ്ഷൻ ഹാസ് ദ സെയിം വാല്യൂ ത്രൂ ഔട്ട് ദ ഇൻ്റർവെൽ ഓപ്പൺ ക്ലോസ്ഡ് n+1, നെയിംലി n+1. ഈ ഇൻ്റർവെല്ലിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുക? ഓപ്പൺ ക്ലോസ്ഡ് n+1ൽ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു. n-ന് 0 ഇട്ട് കൊടുത്തപ്പോൾ 0, ഓപ്പൺ ക്ലോസ്ഡ് 0, 1 കിട്ടി. അതായത് 0, 1 എവിടെ വരും? ഇത് വരും. അതായത് എക്സ് ആക്സിസ് 0യും y ആക്സിസ് 1ഉം അല്ലേ. സോ നമുക്കത് ഈ പോയിൻ്റായിട്ടാണ് കിട്ടുന്നത്. സോ നമ്മുടെ ഓപ്പൺ എന്ന് പറയുമ്പം നമ്മൾ ഒരു ഹോൾ ഇവിടെ കൊടുക്കുക, ക്ലോസ്ഡ് 1 ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ n=1 ഇട്ട് കൊടുത്തപ്പം ഓപ്പൺ ക്ലോസ്ഡ് 1, 2. അതായത് 1, 2 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ 1, y ആക്സിൽ 2 വരുമ്പം ഈ ഒരു പോയിൻ്റ് വരും.
സോ അതിനെയാണ് ഓപ്പൺ ക്ലോസ് 1 2 എന്ന് പറയുന്നത്. അതായത് ഓപ്പൺ ആയതുകൊണ്ട് അതിനൊരു ഇവിടെ ഒരു ഹോളും ഇവിടെ ഒരു പോയിൻ്റ് വിട്ട് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള വാല്യൂസും കണ്ടുപിടിച്ചത്. സോ സീലിംഗ് ഫംഗ്ഷൻ്റെയും ഫ്ലോർ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് എന്താണെന്ന് മനസ്സിലായല്ലോ. അത് ജസ്റ്റ് ആ ഗ്രാഫ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഓർത്താൽ മതി. ചിലപ്പോൾ അത് 2 മാർക്കിനൊക്കെ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പം ഈ ഗ്രാഫ് വരച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഡേറ്റ സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ ഡിസ്ക് ഓർ ട്രാൻസ്മിറ്റഡ് ഓവർ എ ഡേറ്റ നെറ്റ്വർക്ക് ആർ യൂഷ്വലി റെപ്രസെൻറ്റഡ് ആസ് എ സ്ട്രിങ് ഓർ ബൈറ്റ്സ്. സ്ട്രിങ്ങോ ബൈറ്റ്സോ ആയിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്തത്. എന്ത് ഡേറ്റ സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ ഡിസ്കിന്, അതായത് കമ്പ്യൂട്ടർ ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എങ്ങനെയായിരിക്കും, സ്ട്രിങ്സോ അല്ലെങ്കിൽ ബൈറ്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈച്ച് ബൈറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 8 ബിറ്റ്സ്. ഓരോ ബൈറ്റും 8 ബിറ്റ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൗ മെനി ബൈറ്റ്സ് ആർ റിക്വയർഡ് ടു എൻകോഡ് 100 ബിറ്റ്സ് ഓഫ് ഡേറ്റ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, എത്ര ബൈറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് എന്തിനു വേണ്ടിയിട്ട്, എൻകോഡ് 100 ബിറ്റ്സ് ഓഫ് ഡേറ്റ. 100 ബിറ്റ്സ് ഓഫ് ഡേറ്റ എൻകോഡ് ചെയ്യാൻ എത്ര ബൈറ്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ നമ്മുടെ ആൻസർ നോക്കി. To determine the number of bytes needed, we determine the smallest integer. അതായത് നമുക്ക് വേണ്ട ബൈറ്റ്സ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, സ്മോളസ്റ്റ് ഇൻറ്റിജർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ആസ് ലാർജ് ആസ് ദ കോഷ്യൻറ്റ് വെൻ 100 ഈസ് ഡിവൈഡഡ് ബൈ 8. 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കോഷ്യൻറ്റിൻ്റെ ആസ് ലാർജ് ആസ് ദ കോഷ്യൻ്റ് ആണ് നമുക്ക് വേണ്ടത്. വെൻ 100 ഈസ് ഡിവൈഡഡ് ബൈ 8 ആൻഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ ബൈറ്റ്. സോ നമുക്ക് അതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 100 ഡിവൈഡഡ് ബൈ 8 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സീലിംഗ് ഫംഗ്ഷൻ, അതായത് സ്മോളസ്റ്റ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ വാല്യൂ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സീലിംഗ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 100 ഡിവൈഡഡ് ബൈ 8 കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 12.5. അതിൻ്റെ സീലിംഗ് ഫംഗ്ഷൻ എന്താണ്, 13. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ബൈറ്റ്സ് ആർ റിക്വയർഡ് ടു എൻകോഡ് 100 ബിറ്റ്സ് ഓഫ് ഡേറ്റ. 100 ബിറ്റ്സ് ഓഫ് ഡേറ്റ എൻകോഡ് ചെയ്യാൻ എത്ര ബൈറ്റ്സ് വേണം എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, സ്മോളസ്റ്റ് ഇൻറ്റിജർ ആണ് ഡിറ്റർമിൻ ചെയ്തത്. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ആസ് ലാർജ് ആസ് ദ കോഷ്യൻ വെൻ 100 ഇസ് ഡിവൈഡഡ് ബൈ 8. 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റിൻ്റെ ലാർജസ്റ്റ് നമ്പർ ഏതാണോ അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സീലിംഗ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 100/8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ബൈറ്റ്സ് വേണമെന്ന് നമുക്ക് കിട്ടും. സോ നോക്കി 100 ഡിവൈഡഡ് ബൈ therefore ceiling function of 100 divided by 8 എന്ന് പറയുന്നത് എത്രയാണ്, ceiling function of 12.5 which is equal to 13. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്, യൂസ്ഫുൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലോർ ഫംഗ്ഷൻ ആൻഡ് ദ സീലിംഗ് ഫംഗ്ഷൻ. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കാണാതെ പഠിച്ചാലേ നമുക്ക് അടുത്തൊരു പ്രൂഫാണ്, ആ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ടോ, ഫ്ലോർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു n if and only if n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ n+1. ഇത് നമ്മൾ ഫ്ലോർ ഫംഗ്ഷൻ യൂസ് ചെയ്തൊരു ഗ്രാഫ് വരച്ചില്ലേ, ആ ഗ്രാഫ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടോ. അതായത് ഇത് നോക്കി, നോട്ട് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഹാസ് ദ സെയിം വാല്യൂ ത്രൂ ഔട്ട് ദ ഇൻ്റർവെൽ n+1 നെയിംലി n. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ആ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തിരിക്കുന്നത്, ആ പ്രോപ്പർട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് n എന്ന് പറയുന്നത് if and only if n-1 ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ആൻഡ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് n if and only if x-1 ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇത് കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ, അത് നമ്മൾ കാണാതെ പഠിക്കുക തന്നെ വേണം, എന്നാലേ നമുക്ക് അടുത്തൊരു പ്രൂഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് പ്രൂവ് നോക്കിയേ, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് x പ്ലസ് n ഇസ് ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ, വേർ എൻ എന്ന് പറയുന്നത് എന്താ, ഇൻറ്റിജർ. സോ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ ഇസ് ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ, വേർ എൻ ഈസ് ആൻ ഇൻറ്റിജർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ സപ്പോസ് ചെയ്തു എന്താ, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സിനെ എം എന്ന് പറഞ്ഞ് നമ്മൾ സപ്പോസ് ചെയ്ത്, വെറുതെ എം എന്ന് പറഞ്ഞ് നമ്മളതിനെ എടുത്തു, വേർ എം എന്ന് പറയുന്നത് എന്താ, പോസിറ്റീവ് ഇൻറ്റിജർ. സോ ബൈ പ്രോപ്പർട്ടി 1, കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ടി വന്നു ഇവിടെ, കണ്ടോ. സോ അതാണ് ഞാൻ പറഞ്ഞത്, പ്രോപ്പർട്ടി പഠിച്ചാലേ ഈ പ്രൂഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബൈ പ്രോപ്പർട്ടി 1, എന്താണ് പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1 എന്ന് പറയുന്നതാണല്ലോ പ്രോപ്പർട്ടി. സോ നോക്കിക്കേ, ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കിട്ടി. നോക്കിയേ, അതായത് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ അല്ലേ. ഇവിടെ എന്നിന് പകരം എന്താ കിടക്കുന്നത്? എം ആണ് കിടക്കുന്നത്. സോ ഇവിടെ എന്നിന് പകരം എം ഇട്ട് കൊടുത്തു. സോ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിന് പകരം എന്താ എം. സോ ഇവിടെ n പ്ലസ് 1 വരെ ഇവിടെ എന്ത് വന്നു? m പ്ലസ് 1 വന്നു. ഈ ഇക്വേഷൻ ഈ ഒരു സ്റ്റെപ്പ് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പ്രോപ്പർട്ടി 1 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതിയത്. ഇനി ആഡിങ് n ടു ബോത്ത് സൈഡ് ഓഫ് ദിസ് ഇൻഇക്വാളിറ്റി. ഇനി ഈ ഇൻഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും, അതായത് ഈ സൈഡിലും നമ്മൾ വെറുതെ n ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? m പ്ലസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ, രണ്ട് സൈഡിൽ മാത്രമല്ല ഫുള്ളാണ് ആഡ് ചെയ്തത്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് എൻ പ്ലസ് 1. സോ നമ്മൾ എന്താ ചെയ്തത്? പ്രോപ്പർട്ടി 1 യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇനീക്വാളിറ്റി കിട്ടി. ഇതിലേക്ക് നമ്മൾ എല്ലായിടത്തും n ആഡ് ചെയ്തു. n ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഇനീക്വാളിറ്റി എന്നുള്ളത് അത് ഇങ്ങനെയായി. അഗെയിൻ ബൈ പ്രോപ്പർട്ടി 1 വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോപ്പർട്ടി 1 ആണ് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കിക്കേ. ഈ പ്രോപ്പർട്ടി 1-നകത്ത് എക്സിന് പകരം ഇവിടെ എന്താ കിടക്കുന്നത്? എക്സ് പ്ലസ് എൻ അല്ലേ. സോ നമുക്ക് ഈ പ്രോപ്പർട്ടി 1 ഉപയോഗിച്ച് നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സിന് പകരം എക്സ് പ്ലസ് എൻ എന്ന് എഴുതത്തില്ലേ. സോ നമ്മൾ ഈ എക്സിന് പകരം എക്സ് പ്ലസ് എൻ എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ. എന്നിന് പകരം അവിടെ എന്താ കിടക്കുന്നത്? എന്നിന് പകരം എം പ്ലസ് എൻ ആണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു ഇക്വേഷനെ നമ്മൾ പ്രോപ്പർട്ടി 1 യൂസ് ചെയ്ത് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എം പ്ലസ് n എന്ന് എഴുതി, വിച്ച് ഇംപ്ലൈസ് എക്സ് പ്ലസ് എൻ ഇസ് ഈക്വൽ ടു സീലിംഗ് ഫംഗ്ഷൻ ഓഫ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ. സിൻസ് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എം. കാരണം എന്താ? ഈ എം എന്ന് പറയുന്നത് എന്താ ഇവിടെ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്തത്? ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണല്ലോ സപ്പോസ് ചെയ്തത്. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ പ്രൂഫ് കിട്ടി. ഞാൻ ഒന്നുകൂടെ പറയാം. സപ്പോസ് ദാറ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ ഇസ് ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ വെയർ എൻ ഇസ് ആൻ ഇൻറ്റിജർ. സോ നമ്മൾ ആദ്യം എന്താ സപ്പോസ് ചെയ്തത്? ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സിനെ നമ്മൾ എം ആയിട്ട് സപ്പോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ പ്ലസ് 1. ആ പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്തു. അതായത് അപ്പം നമുക്ക് എന്ത് കിട്ടി? എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്തത്? ത്രൂ ഔട്ട് നമ്മളൊരു n വെച്ച് ആഡ് ചെയ്തു എല്ലാത്തിനെയും. സോ നമുക്കിവിടെ എം പ്ലസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് എൻ പ്ലസ് 1 എന്നും കിട്ടി. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് എന്ത് അപ്ലൈ ചെയ്തു? പ്രോപ്പർട്ടി 1 അപ്ലൈ ചെയ്തു. പ്രോപ്പർട്ടി 1 അപ്ലൈ ചെയ്തപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? എക്സ് പ്ലസ് എൻ അല്ലേ. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് എം പ്ലസ് എൻ ആയതുകൊണ്ട് ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ എന്ന് എഴുതി. ഇനി ഈ എമ്മിന് പകരം നമ്മൾ എന്താ ആദ്യം ഇവിടെ സപ്പോസ് ചെയ്തത്? ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എന്ന് സപ്പോസ് ചെയ്തല്ലോ. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ ഇസ് ഈക്വൽ ടു ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എൻ എന്ന് കിട്ടി. സോ ദിസ് കംപ്ലീറ്റ്സ് ആ പ്രൂഫ്. സോ നമ്മുടെ നമ്മളത് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ദാറ്റ് ceiling function of x plus y is equal to ceiling function of x plus ceiling function of y for all real numbers x and y. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സീലിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് വൈ. ഇറ്റ് ഈസ് ഫോൾസ് ബിക്കോസ് അത് ഫോൾസ് ആണ്. കാരണം എന്താ? ഇവിടെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം എക്സിന് 1/2 എന്നും വൈക്ക് 1/2 എന്നും പറഞ്ഞ് രണ്ട് എക്സാമ്പിൾ ഇട്ടിട്ടാണ് അവരത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇട്ട് നോക്കാം. ceiling function of x plus y which is equal to x plus x ഉം y ഉം 1/2 ആണ്. സോ സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 1/2 പ്ലസ് 1/2 വിച്ച് ഇസ് ഈക്വൽ ടു സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 1 എന്ന് പറയുന്നത് എന്താ? 1 തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് വൈ എന്താണെന്ന് നോക്കാം. സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 1/2 പ്ലസ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 1/2, അതായത് ഇതിൻ്റെ സീലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1, ഇതിൻ്റെ സീലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1. സോ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? LHS നോട്ട് ഈക്വൽ ടു RHS അല്ലേ. അതായത് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് വൈ നോട്ട് ഈക്വൽ ടു സീലിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് സീലിംഗ് ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് കിട്ടി. സോ നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു എക്സിനും വൈക്കും വാല്യൂ ഇട്ടൊരു എക്സാമ്പിൾ കൊടുത്തിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ഫാക്ടോറിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു ഇസഡ് പ്ലസ് എൻ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ, ഇസഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സുമാണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടം വരെയാണ്? എഫ് ഫ്രം എൻ ടു ഇസഡ് പ്ലസ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ. എന്താണ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ. ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ്
n പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അതായത് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. പോസിറ്റീവ്, അത് ആദ്യത്തെ n പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് എഫ് ഓഫ് എൻ, അതായത് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 1 × 2 × എക്സെട്ര n-1 × n, അതായത് ഫസ്റ്റ് n ഇൻറ്റിജേഴ്സ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ. ഇനി നോക്കിക്കേ, എഫ് ഓഫ് 0 = 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, 0 ഫാക്ടോറിയൽ എപ്പോഴും 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എഫ് ഓഫ് 6, എഫ് ഓഫ് 7 ആൻഡ് എഫ് ഓഫ് 2 വെർ എഫ് ബി എ ഫാക്ടോറിയൽ ഫംഗ്ഷൻ. ഫാക്ടോറിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നതാണ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ. എൻ ഫാക്ടോറിയൽ എന്താണ്? ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ്. സോ നമുക്ക് എഫ് ഓഫ് 6 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എഫ് ഓഫ് 6 അതായത് ഫസ്റ്റ് 6 ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് എഫ് ഓഫ് 6 എന്ന് പറയുന്നത്. അതായത് 1 × 2 × 3 × 4 × 5 × 6 വിച്ച് ഈസ് ഈക്വൽ ടു 720. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഫാക്ടോറിയൽ എന്നും എഴുതാം. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും എഫ് ഓഫ് 6 എന്ന് പറഞ്ഞാലും ഈക്വലാണ്. കാരണം എന്താ? എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ആണ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എഫ് ഓഫ് 7ഉം അതുപോലെ 7 ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് എഫ് ഓഫ് 7 എന്ന് പറയുന്നത്. അതാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഫാക്ടോറിയൽ എന്നും എഴുതാം. ഇനി എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താ? 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2. സോ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് എഫ് ഓഫ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ? 1 ആയിരിക്കും. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് സമ്മേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.